നമസ്കാരം. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു ധനയോഗം അല്ലെങ്കിൽ ലക്ഷ്മി യോഗം. നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക ഉന്നതി ഉണ്ടെങ്കിൽ മാത്രമേ അവന് സുഖജീവിതം പ്രാപ്തമാക്കാൻ പറ്റൂ. എല്ലാ സൗകര്യങ്ങളോടും കൂടി എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വീട്, യാത്ര ചെയ്യാൻ വാഹനം, വീട്ടിൽ വേണ്ട സൗകര്യങ്ങൾ, അതുപോലെ തന്നെ എന്തും ചെയ്യാൻ, അതായത് ജീവിതം നല്ല രീതിയിൽ നയിക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് സാമ്പത്തികം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതക വിശകലനത്തിലൂടെ അയാൾക്ക് ധനികനാവാൻ പറ്റുമോ അതോ ഇല്ലയോ, കോടീശ്വര യോഗമുണ്ടോ അതോ സാധാരണ നിലയിലുള്ള ഒരു ജീവിതമാണോ അയാൾ നയിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് ജാതക വിശകലനത്തിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ധനയോഗം എന്ന് പറയുമ്പോൾ ധനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവങ്ങൾ പ്രധാനമായിട്ടും 2-ാം ഭാവം, 9-ാം ഭാവം, 11-ാം ഭാവം. 11-ാം ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നേട്ടങ്ങൾ കൈവരിക്കുന്ന അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് 11-ാം ഭാവത്തെ കൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. 2-ാം ഭാവം എന്ന് പറയുന്നത് ധനത്തിൻ്റെ ആധിപത്യമുള്ള ഒരു ഭാവം കൂടിയാണ്. 9 എന്ന് പറയുമ്പോൾ ഭാഗ്യത്തിൻ്റെ ഒരു ആധിപത്യം വഹിക്കുന്ന രാശിയാണ്. ഇത് മൂന്നും അതുപോലെ തന്നെ ധനത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന വ്യാഴത്തെയും സുഖലോഭ ജീവിതങ്ങൾ, സുഖകരമായ ജീവിതത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ശുക്രനെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ധനയോഗം ഉണ്ടോ, അത് എത്രത്തോളം ആ വ്യക്തിക്ക് ജാതകന് അനുകൂലമാകും എന്നുള്ളത് അറിയാൻ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി 9-ാം ഭാവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ലഗ്നാധിപനും 9-ാം ഭാവാധിപനും കൂടി യോഗം ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ, അതായത് 1, 4, 7, 10 ഭാവങ്ങളിലോ അല്ലെങ്കിൽ 1, 5, 9 ഭാവങ്ങളിലോ നിൽക്കുകയും ചെയ്താൽ ധനയോഗം, കോടീശ്വര യോഗം, ലക്ഷ്മി യോഗം എന്നുള്ള യോഗങ്ങൾ പറയാം. ഇതേ യോഗം തന്നെ ശുക്രനുമായി യോഗം ചെയ്യുമ്പോൾ, അതായത് 9-ാം ഭാവാധിപൻ ശുക്രൻ്റെ ഇഷ്ടസ്ഥാന സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുക, ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഉച്ചക്ഷേത്രം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ശുക്രനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുക. അങ്ങനെയുള്ള ജാതകനൊക്കെ സാമ്പത്തിക ഉന്നതി നന്നായിട്ടുണ്ടാവും. അയാളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയാൾക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവും എന്നുള്ളത് പറയേണ്ടതാണ്. അതുപോലെ തന്നെ 11-ാം ഭാവാധിപത്യം വഹിക്കുന്ന ഏതൊരു ഗൃഹമാണെങ്കിലും ആ ഗൃഹത്തിൻ്റെയും ആ ജാതകത്തിൽ നല്ല സ്ഥിതിയുടെ ഒരു വിശേഷത്താലും ഈ വ്യക്തിക്ക് ധനപരമായ യോഗങ്ങൾ ഉണ്ടാവും. പിന്നെ പരിവർത്തന യോഗം, അതായത് 2-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുക, 11-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുക, 9-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുക, 2-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുക, അവൻ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഗൃഹസ്ഥിതി ഉണ്ടെങ്കിലും ആ ഗൃഹങ്ങൾക്ക് 6, 8, 12 ഭാവാധിപന്മാരുമായിട്ട് യോഗം വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ നിലയിലുള്ള ഒരു ധനപ്രാപ്തി മാത്രമേ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ജാതകന് ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ലക്ഷ്മി യോഗം, ധനയോഗം 2 തരത്തിലോ 3 തരത്തിലോ നമുക്ക് മനസ്സിലാക്കാം. അതായത് നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടം, ഉന്നതി ഉണ്ടായിട്ട്
ജീവിക്കാൻ പറ്റൂ, അതൊരു മീഡിയം സൈസിലുള്ള ഒരു ജീവിതമാണോ അയാൾക്ക് നയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണയായിട്ട് എന്ന് വെച്ചാൽ നിത്യവൃത്തിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ ജീവിക്കാനുള്ള യോഗമാണോ ഉണ്ടാകുക എന്നുള്ളത് ഈ ഗൃഹസ്ഥിതി മൂലം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ ഒരു ജ്യോത്സ്യനെ വെച്ചിട്ട് അല്ലെങ്കിൽ ജ്യോത്സ്യനെ കണ്ട് ജാതക വിശകലനം ചെയ്താൽ നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് ധനം ഉണ്ടാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ധനപ്രാപ്തി ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. മറ്റൊരു യോഗവുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം.